അച്ഛന്മാര് ഞങ്ങളുടെ തത്വശാസ്ത്രം പഠനം നടത്തുന്നത്, ഫിലോസഫി പഠനം നടത്തുന്നത് തിരുവനന്തപുരത്താണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് വലിയൊരു ആശ്രമമുണ്ട്. വളരെ പഴയ ആശ്രമമാണത്. യൂറോപ്യൻ അച്ഛന്മാർ പണിതാണ്, ബെൽജിയം ഫാദേഴ്സ് പണിതാണത്. അപ്പൊ ആദ്യമായി ഞങ്ങളുടെ നോഷീറ്റ് കഴിഞ്ഞ് ഈ ഫിലോസഫിയിലോട്ട് ചെല്ലുകയാണ്. അപ്പൊ വലിയ അത്ഭുതത്തോടെ ഓരോന്നും കാണുകയാണ്. കാരണം വലിയ പള്ളിയാണ്, പഴയ രീതി പണിതിരിക്കുന്നതാണ്, ഇഷ്ടികകൾ കൊണ്ട് പണിതിരിക്കുന്നതാണ്, അതിസുന്ദരമാണ്. അപ്പൊ അങ്ങനെ എല്ലാം കണ്ട് ഞങ്ങൾ ചെമ്മാച്ചന്മാർ ആദ്യമായി ഇങ്ങനെല്ലാം ചെല്ലുകയാണ്. അപ്പൊ അവിടെ ഊട്ടുമുറിയിലോട്ട് ചെല്ലുകയാണ്, ഭക്ഷണം കഴിക്കുന്നിടത്ത്. അപ്പൊ അവിടുത്തെ ഭക്ഷണ മേശകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഒരു 40 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ 2 തട്ടുകളൊക്കെ ആയിട്ടാണ് പണിതിരിക്കുന്നത്. വളരെ മനോഹരമാണ്. അപ്പോൾ ആ ഊട്ടുമുറിയിൽ അച്ഛന്റെ ശ്രദ്ധ ആകർഷിച്ചത് ആ ഊട്ടുമുറിയുടെ നടുഭാഗത്ത്, അതായത് അച്ഛന്മാർക്ക് ഇരിക്കുന്നതിന്റെ പിറകിലായിട്ട് ഒരു വലിയ ക്രൂശിത രൂപം വെച്ചിട്ടുണ്ട്. കുരിശിങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ ഇരുവശങ്ങളിലായും ലത്തീനിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് എഴുതി വെച്ചത്. വിഷമിച്ചാണ് വായിച്ചത്. ലത്തീനൊന്നും അത്ര പിടുത്തമില്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ അറിയാം, എങ്കിൽ അർത്ഥം മനസ്സിലായി, വായിക്കാൻ അറിയാം. ഇങ്ങനെയാണ് വായിച്ചത്: ആദ് മെൻസാം സിക്കൂത്ത് ആദ് ക്രൂച്ചേം, ആദ് ക്രൂച്ചേം സിക്കൂത്ത് ആദ് മെൻസാം. വല്ലതും മനസ്സിലായോ? ഇതുപോലെയായിരുന്നു അച്ഛന്റെ അവസ്ഥ വായിച്ചപ്പോൾ. ഹല്ലേലൂയ. അപ്പൊ ഏതായാലും അർത്ഥം മനസ്സിലാക്കിയെടുത്തു. ഇങ്ങനെയാണ്: ഭക്ഷണമേശയെ സമീപിക്കുക കുരിശിനെ സമീപിക്കുന്നത് പോലെ, കുരിശിനെ സമീപിക്കുക ഭക്ഷണമേശയെ സമീപിക്കുന്നത് പോലെ. വലുത് മനസ്സിലായോ? അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വലിയ ഇഷ്ടമാണ്, അല്ലേ? ഏതൊരു മനുഷ്യന്റെ വീക്ക്നെസ് ആണ് നല്ല ഭക്ഷണം. പച്ചമാർക്കും ഭക്ഷണം ഇഷ്ടമാണ്. അപ്പൊ എന്താ പറയാ, ഭക്ഷണം കഴിക്കാൻ നമുക്കൊരു ആർത്തി, അല്ലെ, ഒരു ആവേശം. നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് നമ്മൾ പറയും പെട്ടെന്ന് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞോളെ, കാരണം വാരി ഇങ്ങനെ തിന്നാനൊക്കെയുള്ള എല്ലാവരും താല്പര്യമുണ്ട്. അപ്പൊ പറയാണ്, കുരിശിനോട് ഇതുപോലൊരു ഇഷ്ടം തോന്നണം. ഭക്ഷണം കഴിക്കാനുണ്ടാകുന്ന ഒരു പരവേശം, ഭക്ഷണം കഴിക്കാനുണ്ടാകുന്ന ഒരു ഇഷ്ടം, അതുപോലൊരു ഇഷ്ടം എന്തിനോടുണ്ടാകണം? കുരിശിനോടുണ്ടാകണം. മറുവശത്ത് ഇങ്ങനെ പറയുകയാണ്, അതായത് കുരിശിനോട് തോന്നുന്നത് പോലുള്ള ഒരു ചിന്ത ഭക്ഷണത്തോട് വേണം എന്ന് പറഞ്ഞാൽ, കുരിശ് നമുക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ? കുരിശ് വരുന്നത് നമുക്ക് പൊതുവേ താല്പര്യമില്ല. സഹനങ്ങൾ നമുക്ക് ഇഷ്ടമില്ല. സൗഭാഗ്യങ്ങളാണ് നമുക്ക് ഇഷ്ടം. ആണോ? അപ്പൊ കുരിശിനോട് നമുക്കൊരു വിമുഖത, ഒരു താല്പര്യക്കുറവുണ്ട്. അപ്പം പറയാണ്, ഭക്ഷണം കാണുമ്പോൾ അങ്ങനെ ഒരു തോന്നൽ വേണം എന്ന് പറഞ്ഞ ആർത്തിയോടെ അധികം തിന്നരുത്, കുറച്ചേ തിന്നാവൂ. നിങ്ങൾക്ക് അതിന്റെ പൊരുൾ മനസ്സിലായോ? കുരിശിനെ സമീപിക്കുക ഭക്ഷണമേശയെ സമീപിക്കുന്നത് പോലെ, ഭക്ഷണമേശയെ സമീപിക്കുക കുരിശിനെ സമീപിക്കുന്നത് പോലെ. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ തന്റെ പീഠാനുഭവത്തെ കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. 1-ാം പ്രവചനം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 13 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കും, ഞാൻ ആരാണെന്ന് ജനങ്ങൾ പറയുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ് ഈശോ കേസറിയ ഫിലിപ്പി പ്രദേശം തിരഞ്ഞെടുത്തതെന്നറിയോ? വേറെ എത്രയോ സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടെ. എന്തുകൊണ്ടാണ് ഈശോ കേസറിയ ഫിലിപ്പി പ്രദേശം തിരഞ്ഞെടുത്തത്? ഈശോ മനഃപൂർവ്വം തിരഞ്ഞെടുത്താണ്. നിങ്ങൾക്കറിയോ എന്താന്ന്? അതായത് കേസറിയ ഫിലിപ്പി പ്രദേശത്ത് രാജാക്കന്മാരുടെ, ചക്രവർത്തിമാരുടെ ആരാധന നടന്നിരുന്നു. സീസറിനെയൊക്കെ ആരാധിച്ചിരുന്ന സ്ഥലമാണ് ഏത്? കേസറിയ ഫിലിപ്പി. അതുപോലെ മറ്റു പല ദൈവങ്ങളെയും ആരാധിച്ചിരുന്ന സ്ഥലം അതാണ് ഏത്? കേസറിയ ഫിലിപ്പി. ചക്രവർത്തിമാരെയും അന്യദേവന്മാരെയും ആരാധിച്ചിരുന്ന കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ചക്രവർത്തിമാരെയും ഈ നിൽക്കുന്ന ദേവന്മാരെയും എന്നോട് താരതമ്യം ചെയ്തിട്ട് പറയ്, ഞാൻ ആരാണ്? ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. അപ്പോൾ അവരെന്തോന്ന് ഉത്തരം പറഞ്ഞത്?
നീ പ്രവാചകൻ ഒരുവാണ് അല്ലേ, ഏലിയാണ്, ജെർമിയാണ്, ശക്തനായ ഒരു പ്രവാചകനാണെന്നൊക്കെ ജനങ്ങൾ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ഈശോ പെട്ടെന്ന് ശിഷ്യന്മാരോട് എന്തെന്ന് ചോദിച്ചു, ഞാൻ ആരാണെന്നാ നിങ്ങൾ പറയുന്നു. അപ്പൊ ആർക്കും ഉത്തരവില്ല. സ്കൂളിൽ പണ്ട് സാറുമാര് ടീച്ചർമാരൊക്കെ പഠിപ്പിക്കുമ്പോൾ പൊതുവായിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ഒരു ആവേശമാണ്. വ്യക്തിപരമായി എഴുന്നേറ്റ് ചോദിച്ചാലോ ആൻസർ ഉണ്ടാവില്ല. അതുപോലെയാണ് ഇപ്പൊ ശിഷ്യന്മാരുടെ അവസ്ഥ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ജനങ്ങൾ എന്താ പറയുന്നത് ചോദിച്ചപ്പോൾ അവർക്ക് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. എന്നാൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നത് ചോദിച്ചപ്പോൾ ഉത്തരമില്ല. പെട്ടെന്ന് ആരുത്തരം പറഞ്ഞു? എടുത്തിയാട്ടക്കാരനെ പത്രോസ് പറഞ്ഞു. എന്തോന്ന് പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉണ്ടോ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ. അപ്പൊ ഈശോ എന്താ പറഞ്ഞെന്നറിയോ? കേട്ടോണേ, അച്ഛൻ വായിച്ച് കേൾപ്പിക്കാം. യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് അത്രയ്ക്ക് സന്തോഷമായി. കാരണം ശിമിയോൻ പത്രോസെങ്കിലും തന്റെ ദൈവത്വം മനസ്സിലാക്കിയല്ലോ. ഈശോ പറയാണ്, ശിമിയോന് ഇത് ദൈവം വെളിപ്പെടുത്തി തന്നതാണ്, മാംസരക്തങ്ങളല്ല. ഇത് നീ മാനുഷികമായി പറഞ്ഞതല്ല, നിന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അതായത് ഈശോ പത്രോസിന്റെ അപ്പന്റെ പേര് കൂടി കൂട്ടിച്ചേർത്തിട്ട് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നോക്കിക്കേ, യോനായുടെ പുത്രനായ ശിമിയോന്. എന്നിട്ട് എന്ത് ചെയ്യണം? അധികാരം ഏൽപ്പിക്കുകയാണ്. ആരെ? പത്രോസിനെ. ഈശോയുടെ ദൈവത്വം ഏറ്റു പറയുന്നവർക്കാണ് അധികാരമുള്ളത്. പൈശാചിക ശക്തികളുടെ മേൽ, രോഗങ്ങളുടെ മേൽ, പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ളത് ഈശോയുടെ ദൈവത്തെ ഏറ്റു പറയുന്നവർക്കാണ്. എന്നിട്ട് എന്താണ് പൗലോസ് പത്രോസിലേക്ക് വലിയൊരു അധികാരം കൊടുക്കുകയാണ്. ഇങ്ങനെയാണ്, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പരമ അധികാരം കൊടുക്കുകയാണ്. ആർക്ക്? എന്തോന്ന് പറഞ്ഞപ്പോൾ? ഈശോയുടെ ദൈവത്വം ഏറ്റു പറഞ്ഞപ്പോൾ. ഇന്നും ഈശോയിൽ വിശ്വസിച്ച് അവിടുത്തെ ദൈവത്വം ഏറ്റു പറയുന്നവരിലാണ് ഈശോ സഭ സ്ഥാപിക്കുന്നത്. ഈശോയുടെ സഭ പണിയപ്പെടുന്നത് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന്റെ ദൈവത്വം, ഈശോ ഏകരക്ഷകനെന്ന് ഏറ്റു പറയുന്നവരാണ് സഭയെ പടുത്തുയർത്തുന്നവർ. അവർക്ക് മാത്രമേ നരകരാജ്യത്തിന്റെ മേൽ അധികാരമുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയാണ് വളരെ രസകരമായ മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത്. ഈശോയുടെ ദൈവത്വം പത്രോസിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയപ്പോൾ ഈശോ തന്റെ പീഡാനുഭവത്തെ കുറിച്ച് പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈശോയ്ക്ക് അറിയാം പത്രോസ് പെട്ടെന്നങ്ങ് പറഞ്ഞതാണ്, വലിയ ബോധ്യമോ അനുഭവമൊന്നും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങ് പറഞ്ഞു, ഒരു പ്രചോദനത്തെ പറഞ്ഞുവെങ്കിലും അതിന്റെ മുഴുവൻ അർത്ഥ തലങ്ങളൊന്നും ഉൾക്കൊണ്ടുകൊണ്ടല്ല പത്രോസ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഈശോ പറയാണ്, നിങ്ങള് ഞാൻ വിചാരിക്കുന്ന പോലൊരു ക്രിസ്തുവല്ല. നിങ്ങൾ വിചാരിക്കും റോമാക്കാരെ തകർത്ത്, മനസ്സിലാവുന്നുണ്ടോ, സായുധ വിപ്ലവത്തിലൂടെ രക്തം ചിന്തി സ്വാതന്ത്ര്യം നേടിയെടുത്ത് സമാധാനം സ്ഥാപിക്കുന്ന ഒരു രാജാവായി, ക്രിസ്തുവായി നിങ്ങൾ എന്നെ കാണും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എന്നിട്ട് ഈശോ എന്തോന്നാ പറയുന്നത്? തന്റെ പീഡാനുഭവം പറയാണ്. ഈശോ ഇങ്ങനെയാണ് പറയുന്നത്, അച്ഛൻ വായിച്ചു കേൾപ്പിക്കാം. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. കണ്ടോ? ഈശോ ജെറുസലേമിലേക്ക് ചെല്ലപ്പെടുമെന്നും അവിടെ വെച്ച് കൊല്ലപ്പെടുമെന്ന് ഈശോ പറഞ്ഞു. മറച്ചു വെക്കുന്ന ഡിപ്ലോമാറ്റിക് സ്വഭാവം ആർക്കില്ല? ചോദിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഉഡായിപ്പ പരിപാടി ഈശോയ്ക്കില്ല. പറയേണ്ട കാര്യം സത്യമായിട്ട് അങ്ങ് പറയും. വേണമെങ്കിൽ നീ എന്റെ കൂടെ നിന്നോ ഇല്ലയോ? ഈശോ ഓപ്പൺ ആയിട്ട് അങ്ങ് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വിചാരിക്കുന്ന ഒരാളല്ല, ഞാൻ പീഡാനുഭവവും കുരിശുമരണവും സ്വീകരിക്കാൻ വന്ന ആളാണ്. അപ്പോൾ പത്രോസ് എന്ത് ചെയ്യാണ്?
ഹലോ ഹലോ ഇങ്ങൊന്ന് പ്ലീസ് ഈശോ 1 മിനിറ്റ് പ്ലീസ്. കാരണം മറ്റു ശിഷ്യന്മാരൊന്നും കേൾക്കണ്ട, സ്വകാര്യമായിട്ട് എന്തോന്ന് പറഞ്ഞത്, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഈശോ എന്തോന്ന് പത്രോസിനോട് പറഞ്ഞത്, സാത്താനേ എന്റെ മുമ്പിൽ നിന്നും മാറിപ്പോ എന്ന് പറഞ്ഞ പത്രോസ് സാത്താനാണോ? അപ്പോൾ പത്രോസിന്റെ ഉള്ളിൽ സംസാരിച്ചത് ദൈവത്തിന്റെ ആത്മാവല്ല, പൈശാചികതയുടെ രൂപിയാണ്. അപ്പോൾ പത്രോസിന്റെ ഉള്ളിൽ സംസാരിച്ചത് ദുഷ്ടാരൂപിയുടെ പ്രേരണയാണ്. അതുകൊണ്ട് ഈശോ പത്രോസിൽ ആരെയാണ് ഈശോ കണ്ടത്? സാത്താനെയാണ് ഈശോ കണ്ടത്. ആ സാത്താനെയാണ് ഈശോ ബന്ധിച്ചത്, പത്രോസിനെ അല്ല. പത്രോസിന്റെ ഉള്ളിൽ ആ നിമിഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടാരൂപിയുടെ സാന്നിധ്യം ഈശോയ്ക്ക് വെളിപ്പെട്ടു. ഇത് തരുന്ന വലിയൊരു ഉൾക്കാഴ്ച എന്താണെന്നറിയാവോ? നമ്മുടെ ഉള്ളിലും ഈ അരൂപികൾ പ്രവർത്തിക്കും. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന സമയം തന്നെ പൈശാച അരൂപികളും നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. ദൈവിക പദ്ധതിയിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ പത്രോസ് എന്ന വ്യക്തിയല്ല, പത്രോസിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപിയാണ് ഈശോ മാറിപ്പോകാൻ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഈശോ പറയും, നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. ഏത് ചിന്ത? ആ ഈശോയ്ക്ക് പീഡാസഹനവും കുരിശുമരണവും വരരുതെന്നുള്ള ചിന്ത, അത് ദൈവീകമല്ല, മാനുഷികമാണ്. അത് ദൈവത്തിൽ നിന്നല്ല, പിശാചിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളെ മടിപ്പിക്കുന്നതും പിന്തിരിയാൻ ശ്രമിപ്പിക്കുന്നതും ഏതരൂപിയാണ്? തിന്മയുടെ രൂപിയാണ്. അതുകൊണ്ടല്ലേ ചിലർ ജീവിതം തന്നെ അങ്ങ് തീർത്ത് കളയുന്നത്. മരിച്ചേക്കാം, ആത്മഹത്യ ചെയ്താക്കാം. സഹനങ്ങൾ, കുരിശുകൾ വേണ്ടാന്നൊരു ചിന്ത. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, ഇടതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, രണ്ട് കൈകൾ ഉയർത്തി പ്രൈസ് ദി ലോർഡ്, രണ്ട് കൈകൾ അടിച്ച് പ്രൈസ് ദി ലോർഡ്, അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പ്രൈസ് ദി ലോർഡ്, അച്ഛനെ നോക്കി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. സഹനങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങളാണ്. സഹനങ്ങൾ ദൈവത്തെ അനുഭവിക്കുവാനും ദൈവത്തെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങളാണ്. ആണോ? സഹനം വരുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കും. ശരിയല്ലേ? സക്രിയ ദേവാലയത്തിൽ ധൂപം അർപ്പിച്ചുകൊണ്ടിരിക്കും, മനസ്സിലൊരു വേദനയുണ്ട്, കുഞ്ഞില്ല. ഒരു സഹനമാണ്, കുഞ്ഞില്ല എന്നൊരു വേദനയോട് ധൂപം അർപ്പിക്കപ്പെടുമ്പോൾ ആര് വന്നു? ദൈവദൂതൻ വന്നു. അതാ അച്ഛൻ പറഞ്ഞത്, ദൈവത്തെ അനുഭവിക്കാനുള്ള അവസരങ്ങളാണ് സഹനങ്ങൾ. സാമുവേലിന്റെ അമ്മയ ഹന്ന മക്കളില്ലല്ലേ? അല്ലേ? അതായത് പലരും കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഹന്ന വേദനയോടെ ദൈവത്തോട് ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഭാഷ വരെ ലഭിച്ചതുപോലെ വാക്കുകൾ വ്യക്തമുള്ള എന്തൊക്കെയോ ഹളഹളഹളഹളഹളാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏലി എന്ന പുരോഹിതൻ അവിടെ ഇരിപ്പുണ്ട്. പുരോഹിതൻ വന്ന് ചോദിക്കും, നീ പുതുവീഞ്ഞ് കഴിച്ച് ലഹരി പിടിച്ചിട്ട് എന്തോന്നാണ് ഈ പറയുന്നത്? പള്ളിയാണിത്, ദേവാലയമാണ്, ഇവിടെ ഇരുന്നിട്ട് കളകളകളകളകള പറയാണോ? നീ എന്താ വെള്ളം അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണോ? പുരോഹിത, വെള്ളമടിച്ചതല്ല, മനസ്സിന്റെ വേദനയാണത്, മനസ്സിന്റെ രോദനമാണ് ഈ വാക്കുകൾ. ഇങ്ങനെ എനിക്ക് വാക്കുകൾ പറയാൻ കിട്ടുന്നില്ല പറയാണ്. പുരോഹിതൻ ചോദിച്ചു, എന്തിനാ നീ ഇങ്ങനെ വേദനിക്കുന്നത്? പറഞ്ഞു, എനിക്ക് കുഞ്ഞില്ല. എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ അനുഭവം അന്നയ്ക്കുണ്ടാകുന്നു. അല്ലേ? പ്രിയപ്പെട്ടവരെ, വേദനകളും സഹനങ്ങളും ദൈവത്തെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങളാണ്. ഹല്ലേലൂയ. മുട്ടുകുത്തി നിന്ന് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപക്കറകളിൽ മാർത്തിന നീ മോചനമേ
ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന ദൈവമേ നിൻ പാദേ സർവം അർപ്പിച്ചേക എന്നേരവും സ്തുതി ആരാധന കൺകുളിർക്കെ കാണാം മനം തുറന്നേക എന്നേരവും സ്തുതി ആരാധന എല്ലാം അറിയും എന്നെ തമ്പുരാനേ എന്നേരവും സ്തുതി ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി